ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചായക്ക് കൂട്ടാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്ക്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അതിൻ്റെ നേരെ പകുതി, അതായത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്, അതും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയല്ല, അതുപോലെ തന്നെ നല്ല ലൂസ് അല്ലാത്തൊരു പാകത്തിനാണ് ഇത് മിക്സാക്കി എടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഈ ഒരു പാകത്തിനാണ് എടുക്കേണ്ടത്. നല്ല കട്ടിയല്ല, അതുപോലെ തന്നെ നല്ല ലൂസും അല്ല. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് ഉള്ളിയാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്, റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ നല്ല തിന്നായിട്ട് കട്ട് ചെയ്യുന്നും വേണ്ട. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാൻ ഇത് ബ്രെഡ് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഉള്ളി ഓരോന്നായി മുക്കി ഇത് ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കി എല്ലാം കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മുറിച്ച് വെച്ച ഉള്ളിയെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു ഭാഗം ആയതിനു ശേഷം നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയാവും, ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക്